السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് ത്വാഹയിലെ 102 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ ദിക്റിനെ തൊട്ട്, അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചുമൊക്കെ അശ്രദ്ധരായി ജീവിച്ച ആളുകൾ അവർക്ക് പരലോകത്ത് വലിയ ഭാരം വഹിക്കേണ്ടി വരും. അതിലവർ നിത്യവാസികളായിരിക്കും. കാലാകാലം ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് 101-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ള. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا. يتخافتون بينهم إن لبثتم إلا عشرا. يتخافتون بينهم إن لبثتم إلا عشرا. يتخافتون بينهم إن لبثتم إلا عشرا. نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് യൗമ യുൻഫഖു, യുൻഫഖു എന്നാണ്. അവിടെ നൂൻ ഇൽഹാർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫ എന്നുള്ളത് ഇൽഹാറിൻ്റെ അക്ഷരമല്ല. ഇൽഹാറിൻ്റെ അക്ഷരമാണ് എത്ര പറഞ്ഞിന്? ഓർമ്മയില്ല അല്ലേ? ഇമ്പോഷൻ തരേണ്ടി വരുമോ? 6 അക്ഷരമാണ് പറഞ്ഞത്. ആർക്ക് പറയാൻ കഴിയുക? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ്, ഹാ, ഐന്, ഖൈന്, ഹ, ഖ. ഇതാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. ഇതെന്താ ചെയ്യുക? നൂനു സാക്കിനയുടെ ശേഷം ഈ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ, അഥവാ ഇതിൻ്റെ തൊട്ട് മുമ്പ് സാക്കിനായ നൂന് വന്നു കഴിഞ്ഞാൽ ആ സാക്കിനായ നൂന് എന്ത് ചെയ്യണം?
ഇദ്ഹാർ ചെയ്യണം. ഇവിടെ നോക്കിക്കോ, യൗമ യൂൻഫഖു, ഫാ ഇതിലുണ്ടോ? ഇല്ല. ഫാ എന്തായാലും ഇദ്ഹാറിൻ്റെ അക്ഷരമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇദ്ഹാർ യുൻഫഖു എന്ന് ഓതാൻ പാടില്ല. യൂൻഫഖു, യൂൻഫഖു ഖ ആണ്, ഖ. യൂൻഫഖു ഫിസ്സൂരി, സൂറല്ല, സീനല്ല, സ്വാദാണ്. ഫിസ്സൂർ, സൂർ, ഫിസ്സൂരി. വനഹ്ശുറുൽ മുജ്രിമീന, മുജ്രിമീന, ജീം ഹുറൂഫുൽ ഖൽഖലാണ്. ഹുറൂഫുൽ ഖൽഖൽ എത്ര അക്ഷരമുണ്ട്? ഖ, ത, ബ, ജീം, ദാൽ. ഇതൊന്നും മറക്കാൻ പാടില്ല. ഇത് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങിയ 1-ാമത്തെ തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഞാൻ അടുത്ത ആഴ്ചൻ്റെ 100 പ്രാവശ്യം പോഷിതേണ്ടി വരും. ഖുതുബുജ്ജത്ത്, ഇതാണ് ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല. അതായത് ഈ അക്ഷരങ്ങൾക്ക് സുക്കൂന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതായത് വളരെ വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം? പറയണം. ഇപ്പൊ നോക്കിക്കോ, വനഹ്ശുറുൽ മുജ്രിമീന, മുജ്രിമീന, ജ് ഉണ്ടല്ലേ? മുജ്രിമീന എന്ന് ഓതാൻ പാടില്ല. പക്ഷെ മുജ്രിമീന എന്നല്ല, മുജ്രിമീന എന്ന് നിർത്തുകയാണെങ്കിൽ നോക്കി, ഈ അക്ഷരങ്ങൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ, ഈ അക്ഷരങ്ങൾ വഖഫിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? ഇതേപോലെ ബ്, ഖ്, ത്, ബ്, ജ്, ദ്. ഇപ്പം പിന്നെ ഖുർആൻ തന്നെ ഇഷ്ടംപോലെ ബുറൂജ്, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ബുറൂജ് എന്ന് പറഞ്ഞെത്താൻ പാടില്ല. വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്നല്ല, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, വൽയൗമിൽ മൗഊദ് ഉണ്ടോ? വശാഹിദിൻ വമശ്ഹൂദ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഇതിനാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുക. ഇതാണ് ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ മുജ്രിമീന, മുജ്രിമീന, അവിടെ ജീം സുക്കൂനാണ്. മുജ്രിമീന, യൗമഇദിൻ സുർഖ, യൗമഇദിൻ, അവിടെ യൗമഇദിൻ എന്നുള്ള തൻവീനാണ്. അതിനുശേഷം സായാണ്. അതുകൊണ്ട് പിന്നെ ഇദ്ഹാർ ചെയ്യേണ്ട ആവശ്യമില്ല, മണിച്ചു മതിയാൽ മതി. യൗമഇദിൻ സുർഖ, സുർഖ, യതഖാഫതൂന ബൈനഹും. പിന്നെ നോക്കിക്കോ, ഇൻ ലബിസ്തും എന്നാണ്. ഇൻ ലബിസ്തും, അവിടെ ഇന്ന എന്നുള്ള ഇദ്ഹാറിൻ്റെ നൂനു സാക്കിനയാണ്. എന്നുള്ള നൂനു സാക്കിനത്താണ്. ബൈനഹും, ബൈനഹും, അവിടെ ഹും മീമ് സുക്കൂന് വെളിവാക്കി ഓതണം. ബൈനഹും. ഇൻ ലബിസ്തും, ഈ ഇൻ നൂനു സാക്കിനായ നൂന് ലാമിലേക്ക് ഇദ്ഗാം ചെയ്തതാണ് അവിടെ. അതുകൊണ്ടാണ് നൂനിൻ്റെ മുകളിൽ എന്തുണ്ടാവില്ല? ഒന്നും ഉണ്ടാവില്ല. ഫത്തും കസ്റും ലമ്മും സുക്കൂനൊന്നും ഉണ്ടാവില്ല. ലാമിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഷദ് ഉണ്ടാവും. അപ്പോൾ ഇല്ലബിസ്തും എന്ന ഓതുണ്ട്. ഇൻ ലബിസ്തും എന്നല്ല, ഇല്ലബിസ്തും, ഇല്ലബിസ്തും. അവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ലബിസ്തും എന്നല്ല. ഇത് ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ, അക്ഷരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ലബിസ എന്നുണ്ട്, ലബിസ എന്നുണ്ട്, ലബിസ എന്നുണ്ട്. ഈ ലബിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? വസ്ത്രം ധരിച്ചു. ഈ ലബിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൂട്ടി, അതായത് താമസിച്ചു എന്നർത്ഥം. ലബിസ, ഈ ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നാ. ഇത് ലബിസ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചു. ലിബാസ്, ലിബാസ് കേട്ടില്ലേ? ലിബാസ് എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം, ഇതാ ലബിസീനാണ്. അപ്പൊ ഈ ലബിസ്തും ഇല്ല അഷ്റ എന്നാണെങ്കിൽ അർത്ഥം വളരെയധികം വ്യത്യാസം വരും. അവിടെ ലബിസ, സ എന്ന് പറഞ്ഞാൽ എവിടെയും തട്ടാൻ പാടില്ല എന്നാ. സീന് അടിക്കാൻ പോവാ, സീൻ. സ ലബിസ്തും, സ എന്നുള്ളത് എവിടെയും തട്ടാതെ വെച്ചാൽ ലബിസ്തും. ഇൻ ലബിസ്തും ഇല്ല അഷ്റ, അഷറ എന്നല്ല കേട്ടോ, അവിടെ ശ്രദ്ധിക്കണം, അഷ്റ എന്നാണ്. അത് ഞാൻ അറബി ഭാഷേൻ്റെ നിയമമുണ്ട്. എപ്പോഴാണ് അഷറ വരിക? ഖുറാനിലെ അഷറിയുണ്ട്, അഷറും ഉണ്ട്. ഷീന് ഫത്തഹുണ്ട്, ഷീന് സുക്കൂന് വരുന്ന സ്ഥലങ്ങളുണ്ട്. അത് ചില നിയമങ്ങളുണ്ട്, ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ
അതേപോലെ തന്നെ നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ. കണ്ടോ, ത്വരീഖതൻ. അവിടെ എന്തുകൊണ്ട് ഇൽഹാർ ചെയ്ത്? അൽഹംദുലില്ലാ, അതെ, അവിടെ തൻവീന് ശേഷം ഹംസ വന്നു. പിന്നെ നോക്കിക്കോ, ഇല്ലബിസ്തും, അവിടെ ഇദ്ഗാം ചെയ്തു. ഇല്ലബിസ്തും നേരത്തെ അതേപോലെ തന്നെ ഇല്ല യൗമ. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇവിടെ പറഞ്ഞല്ലോ, ഖാലിദീന ഫീഹി വസഅലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവർ ഖിയാമത്ത് നാളിൻ്റെ ദിവസം വളരെ മോശമായ ഭാരം വഹിക്കേണ്ടി വരും. എന്നിട്ട് ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞ് എന്താണ്, എപ്പോഴാണ്? യൗമ എന്നാണ് ആ ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് യൗമുൽ ഖിയാമത്ത് എന്ന് പറഞ്ഞില്ലേ, തൊട്ട് മുമ്പുള്ള ആയത്തിൽ യൗമുൽ ഖിയാമത്ത് എന്ന് പറഞ്ഞല്ലോ. ആ ഖിയാമത്ത് നാളിൽ വീണ്ടും അത് വിശദീകരിക്കുകയാണ് യൗമ. അതേതാണ് ദിവസം? യുംഫഖു. നഫഖ എന്ന് പറഞ്ഞാൽ ഊതി എന്നർത്ഥം. നഫഖ എന്നുണ്ട്, നഫസ, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. നഫസ. അതുപോലെ തന്നെ തഫല ഉണ്ട്, തഫല. നഫഖ എന്ന് പറഞ്ഞാൽ അതായത് തുപ്പലൊന്നുമില്ലാത്ത ഊത്തിനാണ് എന്താ പറയുക? നഫഖ, അതായത് ഊതി. ഇത് നഫസ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് ഉണ്ടല്ലേ, അവിടെ ഏതാണ്? നഫഖ അല്ല, അവിടെ നഫസ, അതായത് കെട്ടുകളിൽ മന്ത്രിച്ചൂതും. മന്ത്രിച്ചൂതുമ്പോഴുള്ള ഊത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നമ്മൾ സാധാരണ പിന്നെ കൈകൾ എന്ത് ചെയ്യണം? വെറു ഊത്തല്ല, പിന്നെ ചെറിയ ഉമിനീരിൻ്റെ ചെറിയ, ഒന്നാകെ തുപ്പല്ല, ചെറിയ ഉമിനീരിൻ്റെ ഈ തെറിച്ചിട്ടുള്ള അതിനാണ് എന്താ പറയുക? നഫസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? തഫല എന്ന് പറഞ്ഞാൽ ശരിക്ക് തുപ്പ് ഇതിനാണ് പറയാം. അപ്പോൾ ഇവിടെ നഫഖ എന്ന് പറഞ്ഞാൽ ഊതി, ഊതുന്ന. യൗമ യുംഫഖു, ഊതുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഊതപ്പെടുക. ഇവിടെ യുൻഫഖു എന്ന മജ്ഹൂലാണ്, ഊതപ്പെടുന്ന ദിവസം എന്നർത്ഥം. യൗമ യുംഫഖു എന്ന് പറഞ്ഞാൽ ഊതപ്പെടുന്ന ദിവസം. എവിടെ ഊതപ്പെടുന്ന? സൂർ. സൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സാധാരണ കാഹളം. ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ, പണ്ട് കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഈ പോത്തിൻ്റെ അല്ലെങ്കിൽ ഇതിനൊക്കെ കൊമ്പ് എടുത്തിട്ടാണ് ചൂളുണ്ടാക്കുക. ഈ കൊമ്പ് മറ്റേ ഈ ഇപ്പോഴത്തെ ഈ വാദ്യമേളങ്ങൾക്ക് ഒരു കൊമ്പിൻ്റെ ആകൃതിയിലുള്ള വാദ്യമേളങ്ങളുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ഈ പണ്ടത്തെ ആളുകൾ ഈ ചൂളം വിളിച്ചിരുന്ന കൊമ്പിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും സൂർ എന്ന് പറഞ്ഞാൽ കൊമ്പ് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊമ്പിലല്ല ഊതപ്പെടുക, ഇവിടെ പിന്നെ സൂർ എന്ന് പറഞ്ഞാൽ കാഹളമാണ്. കാഹളം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പം നമ്മൾ കാഹളം ആകെ കാണൽ എവിടെ വെച്ചാൽ പണ്ടത്തെ പള്ളിൻ്റെ ഒക്കെ മുകളിൽ കാഹളം, അതാണ് നമ്മൾ കാഹളം വെക്കാറ്. ശരിക്ക് അതിൻ്റെ ആ ഒരു ആകൃതിക്ക് എന്താണ് കൂടുതൽ ശബ്ദം പുറത്തേക്കൂടെ ഇതുണ്ടാവും. അപ്പം ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി കൊണ്ട് ഊതപ്പെടുന്ന ഊത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതാരാണ് ഊതുന്നത്? ആരാണ് ഊതുക? ഇസ്രാഫീൽ എന്നുള്ള മലക്കാണ് കാഹളത്തിൽ ഊതപ്പെടുക. കാഹളത്തിൽ ഊതുന്ന മലക്ക് ഇസ്രാഫീൽ. ഹദീസിൽ പേര് വന്ന 3 മലക്കുകളുടെ പേര് ഒന്നിച്ചു വന്ന ഒരു മലക്കാണ്. റബ്ബ ജിബ്രായീല മീകായില ഇസ്രാഫീൽ. കാരണം ഈ 3 മലക്കുകളുടെയും ഒരു പ്രത്യേകത, റബ്ബ് ജിബ്രായീല മീകായിൽ. ജിബ്രായിൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി എന്താണ്? വഹയി കൊടുക്കുക, അതേപോലെ തന്നെ ഭൂമിയിലേക്ക് ഹൈറുകൾ കൊണ്ടുവരിക. അപ്പം നമുക്കറിയാം ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ആര് വരും? യൗമ തനസ്സലുൽ മലായികത്തു വറൂഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കിട്ടിയ ഒരു കാര്യം ഭൂമിയിൽ ഇന്നുണ്ട്, ഖുർആൻ അല്ലാത്ത തന്നെ ഉണ്ട്. ആർക്ക് പറയാ? ഹദീസുണ്ട്, അതല്ലേ പറ, വഹി അല്ലാത്ത സാധനമുണ്ട്. സംസം. എന്താണ് സംസം? എങ്ങനെ സംസം ഉണ്ടായത്?
ഹാജർ റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിട്ട് പിന്നെ എന്താ പറയുക, സഫയുടെയും മർവയുടെയും ഇടയിൽ എത്ര പ്രാവശ്യം ഓടി? 7 പ്രാവശ്യം ഓടി. അങ്ങനെ 7 പ്രാവശ്യം ഓടി അവസാനം ഒരു ശബ്ദം കേൾക്കുന്നു, അഗീസ് ഇൻകാൻ ഇൻദക ഖൈർ, നിൻ്റെ അടുത്തുള്ള ഖൈർ ഉണ്ടെങ്കിൽ സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നീ ആരാണ് ചോദിക്കുന്നു? അപ്പോൾ ഞാൻ ഹാജറാണ്, എൻ്റെ മകൻ ഇസ്മായിൽ. നിങ്ങൾ ആരെയാണ് പരമേൽപ്പിച്ചത്? അള്ളാഹുവിനെ. എങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല. എന്നിട്ട് ഫറഖല ബി ജനാഹി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അമർത്തിയെന്ന. നമ്മൾ പണ്ടൊക്കെ പഠിച്ചതെന്താ വെച്ചാൽ ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പം അതിനടിയിൽ നിന്നുണ്ടായിരുന്ന, അങ്ങനെ എവിടെയില്ല, അത് നമ്മളൊക്കെ ഉണ്ടാക്കിയതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അമർത്തിയപ്പോഴാണ് എന്തുണ്ടായത്? സംസം ഉണ്ടായത്. ശരിയല്ലേ? സംസം കിണർ ഇതിൽ കണ്ട ആൾക്കാരുണ്ടാവും. സംസമൊക്കെ കാരണന്മാരൊക്കെ പണ്ടൊക്കെ ഹജ്ജിനോ ആളുകൾക്ക് സംസം കിണർക്ക് ഇറങ്ങിയത്. ഇതിലാരും ഇറങ്ങിയിട്ടുണ്ടോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. സംസം എവിടെ നല്ല അറിയാലോ. ഇത് കഅബയാണ്. ഇവിടെയാണ് ഹജർ അസ്വദിൻ്റെ മൂലമുള്ളത്. ഇവിടെ മഖാം ഇബ്രാഹിം. ഇവിടെ ആയിട്ടാണ് സംസം. ഇവിടെയാണ് സഫ, ഇവിടെയാണ് മർവ. ഇവിടെയാണ് സംസമിൻ്റെ കിണറുള്ളത്. ഏകദേശം 30ഓളം അടി ആഴത്തിലുള്ള കിണറാണ് സംസം കിണർ. പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസമിൻ്റെ കിണർ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. സംസം ജുർഹും ഗോത്രത്തിലുള്ള ആളുകൾ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ സംസം വറ്റി എന്ന് ചരിത്രത്തിൽ കാണാം. സംസം വറ്റിയിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ വർഷം മുമ്പാണ് അബ്ദുൽ മുത്തലിബാണ് പിന്നെ കിണർ മാന്തി എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന കിട്ടിയ വലിയൊരു നിഅമത്താണ് എന്ത്? സംസം. മനസ്സിലായില്ലേ? ആ സംസമിൻ്റെ ഇപ്പോൾ അതൊക്കെ മൂടിയിട്ടുണ്ട്, അത് തിരക്ക് മൂലം. സംസമിൻ്റെ ഇന്നും പറ്റാതെ 3 ഉറവുകളാണ് സംസമൊക്കെയുള്ളതെന്ന്. 3 ഉറവുകൾ സംസമൊക്കെ ഉണ്ട്. ഒരു ഉറവ് വിടുന്ന്, ഒരു ഉറവ് വിടുന്ന്, ഒരു ഉറവ് വിടുന്നു. അതായത് ഒരു ഉറവ് ഹജറുൽ അസ്വദിൻ്റെ ഈ ഭാഗത്ത് നിന്ന്, മറ്റൊരു ഉറവ് സഫയുടെ ഈ ഭാഗത്ത് നിന്ന്, മറ്റൊന്ന് മർവയുടെ ഈ ഭാഗത്ത്. 3 ഉറവുകളാണ് നിൽക്കാതെ സംസമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചേകനൂർ പറഞ്ഞ അടി കൂടെ പൈപ്പ് ലൈൻ ഇട്ടാണ്. അത് ചേകനൂർ മാത്രമല്ല, നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് സംസമിന് ആകെ ഒരു മഹത്വം വന്നിട്ടില്ല. ആകെ മഹത്വം വന്നത് ബർക്കത്തായ വെള്ളമാണ്. അത് മഴവെള്ളത്തെ പറ്റി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴവെള്ളം പോലത്തെ വെള്ളമാണ്. മനസ്സിലായില്ലേ? എത്രത്തോളം ചോദിച്ചാൽ ഗംഗാനദിയിലെ വെള്ളത്തിനോട് വരെ ചില ആളുകൾ ശബാബിൽ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നഊദുബില്ല മിൻ ദാലിക്. അപ്പോൾ അതൊക്കെ വളരെ ഗുരുതരം. ഞാൻ പറഞ്ഞ വെച്ചാൽ പിന്നെ ഇതിപ്പോൾ എവിടേക്ക് പോയത് നമ്മൾ? അതെ. റബ്ബി ജിബ്രായിലോ മീക്കായിലോ ഇസ്രാഫീൽ, അവിടെ നിന്ന് പോയത്. ജിബ്രീൽ, മീക്കായിൽ, ഇസ്രാഫീൽ, ഈ 3 മലക്കളും ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ജിബ്രീലിൻ്റെ ഡ്യൂട്ടിയാണ് റൂഹിനെ കൊടുക്കാൻ ഭൂമിയിലേക്ക് ഖൈർ കൊണ്ടുവരിക. മീക്കായിലിൻ്റെ ഡ്യൂട്ടിയാണ് മഴ, അതുപോലെ തന്നെ ഇടി, മിന്നൽ, ഇതൊക്കെ പർവ്വതങ്ങളൊക്കെ ഡ്യൂട്ടി, അതായത് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഇസ്രാഫീലിൻ്റെ ഡ്യൂട്ടിയാണ് പ്രപഞ്ചത്തിൻ്റെ അവസാനം കുറിക്കുക. അവസാന സമയം, പ്രപഞ്ചം അവസാനിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ഇസ്രാഫീലിൻ്റെ ഡ്യൂട്ടി. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഹദീസിൽ നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാൻ കഴിയും. പിന്നെ അന്നഹു ഖർനുൻ അളീമുൻ, അബൂ ഹുറൈറ റിവായത്തിൽ കാണാം, ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് ഈ സൂറിന്, കാഹളത്തിന്. ഈ കാഹളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 5 റുപ്യൻ്റെ പീപ്പില്ല. ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചം മുഴുവനും അതിലെന്ത് ചെയ്യും? നശിക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കൈഫ അൻതും വസാഹിബുൽ ഖർനി ഖദ് ഇഖ്തഹമ അല്ലെങ്കിൽ ഇൽതഖമ ഖർന, നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക? കാരണം കാഹളത്തിലൂതുന്ന മലക്ക് അതിൻ്റെ ഖർന്, അതിൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വഹന ജബഹതഹു, നെറ്റി ചുളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഊതാൻ വേണ്ടി വളരെ തയ്യാറായി നിൽക്കാൻ. വൻതദർ അൻ യുഅ്ദന ലഹു,
അള്ളാഹുവിൻ്റെ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പോഴാണ് അള്ളാഹ് ഓർഡർ കൊടുക്കുക, കാരണം ആ മലക്കിനും അറിയില്ല എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആ മലക്കിന് പോലും അറിയില്ല. ആ മലക്ക് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് സമയവും അവസാനം സംഭവിക്കാവുന്ന ഒരു ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ സന്തോഷിക്കാൻ കഴിയും? അപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ് കൈഫ നഖുൽ, അപ്പോൾ ഇങ്ങനെ അവസ്ഥ ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഖൂൽ, നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വ അലല്ലാഹി തവക്കൽന, അള്ളാഹുവാണ് ഞങ്ങൾക്ക് തവക്കുലിന് ഏറ്റവും, അള്ളാഹു മതിയായവനാണ്, ഞങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിക്കാൻ. അപ്പോൾ പിന്നെ ഇസ്രാഫീൽ എന്ന മലക്കാണ് യഥാർത്ഥത്തിൽ കാഹളത്തിൽ ഊത. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ ഊത്ത് കൊണ്ട്, അതായത് എത്ര പ്രാവശ്യം ഊതെന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യുക, ഊതുക. ഒന്നാമത്തെ ഊത്തിന് പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്യും, തകർന്നു എന്ന് പറഞ്ഞാൽ അത്രയും ശക്തവും ഘോരമായ ശബ്ദമുള്ളതുമായിരിക്കും ആ ഊത്ത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ മലക്കിൻ്റെ ഒരു ശക്തി എത്രയായിരിക്കും, ആ മലക്കിൻ്റെ ഒരു പവർ എത്രയായിരിക്കും എന്നുള്ളത്. ആ മലക്കും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴുതുങ്ങാണല്ലോ. ആ മലക്ക് തോന്നുമ്പോൾ ഊതണില്ലല്ലോ, കാളവിടെ തൊള്ളയുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ കൽപ്പന ഇല്ലാതെ എന്ത് ചെയ്താൽ യസൂനല്ലാഹ മാമറോ, അത് ഊതൂല. രണ്ടാമതെന്ന് വെച്ചാൽ ആ മലക്കിൻ്റെ ഒരു ശക്തിയും അതുപോലെ തന്നെ വലുപ്പം എത്രയായിരിക്കാറും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ എത്ര നിസ്സാരന്മാരാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നുള്ളതിൻ്റെ നിങ്ങൾ ആലോചിക്കുക. ഒരു മലക്കിൻ്റെ ഒരു ഊത്ത് നമ്മൾ ഊതിയ ഒരു ഈച്ച പോലും മാറില്ല. എന്ത് ഊതിയ നിങ്ങൾ ആലോചിക്കുക. ഈ നമ്മുടെ മുമ്പിലുള്ള കാറ്റടിക്കുമ്പോൾ തെങ്ങിങ്ങനെ ആടണുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തെങ്ങൊക്കെ ആ കോലത്തിൽ ആടണമെങ്കിൽ ആ കാറ്റിൻ്റെ പവർ എത്ര വേണം? അത് വളരെ ചെറിയ കാറ്റ്, അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത. അപ്പം ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഊതുന്ന ഊത്തിൻ്റെ ശക്തിയും അതിൻ്റെ ഒരു ഗാംഭീര്യം എത്ര ഉണ്ടാവും. രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോഴാണ് എന്ത് ചെയ്യുക, ഫൈദാഹും ഖിയാമു, എന്തോ പിന്നെ ഭൂമിയിൽ നിന്ന് അവരെന്ത് ചെയ്യും, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ 2 ഊത്താണ് ഇസ്രാഫീൽ എന്ത് ചെയ്യുക, ഊതുക. അപ്പോൾ ഇസ്രാഫീലിൻ്റെ ആകെ ഡ്യൂട്ടി എത്ര ഉള്ളൂ? 2 ഊത്ത് ഊതുക. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ പിന്നെ അള്ളാഹു ഓരോ മലക്കൾക്കും ഓരോ പണി. അപ്പം ഇനി ഇസ്രാഫീൽ ഇങ്ങനെ ബോറടിച്ചിരിക്കണം, ഉടച്ചവനെ ഞാൻ വെറുതെ ഇനിയിപ്പോൾ എന്നാ ഊതാൻ പറയുമ്പോൾ ഞാൻ റെഡി ആയപ്പോലെ അപ്പം മൈക്കെടുത്ത അങ്ങനത്തെ അതല്ല. മലക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞത് എന്ത് ചെയ്യുക, ഈ മുഅ്തസിലികളെ സംബന്ധിച്ചിടത്തോളം ഓല് പറഞ്ഞത് സ്വർഗം ഇപ്പം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, കാരണം സൃഷ്ടിക്കപ്പെടുമ്പോൾ വെറുതെ ആണല്ലോ, അവിടെ കാളെത്തിയിട്ടില്ലല്ലോ. അപ്പം അള്ളാഹിൻ്റെ സുന്നത്ത് എന്താ വെച്ചാൽ അള്ളാഹു ചില സംഗതികൾ ഇവിടെ ആദ്യം മുൻകൂട്ടി ചെയ്തു വെക്കും. അത് ആളെത്തിയാലും ഇല്ലെങ്കിലും അതിന് മലക്കളൊക്കെ അവിടെ അള്ളാഹു റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. സ്വർഗത്തേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ, അവരുടെ ജസദും ഇതൊന്നും പ്രവേശിച്ചിട്ടില്ല. അത് ഹിസാബിന് വെച്ചു. അതെ, അവർക്കതിൻ്റെ അനുഭൂതികൾ ഉണ്ടാവും സ്വർഗത്തിൻ്റെ. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു പറയാൻ പറ്റും. അത് മഹ്ശർക്ക് ശേഷമുള്ളൂ. അപ്പോൾ യൗമ യുൻഫഖു ഫിസ്സൂർ, അതാണ് സൂർ എന്ന ഊത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഭയാനകമായ സംഭവമായിരിക്കും. അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അള്ളാഹു പറയാണ്, അങ്ങനെ ഊതിക്കഴിഞ്ഞ് രണ്ടാമത് മുജ്രിമീങ്ങളെ നാം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന രംഗം ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മഴയുമായി ബന്ധപ്പെടുത്തി ഖിയാമത്ത് നാളിൽ അള്ളാഹു ഉപമിച്ചിട്ടുണ്ട്. ഒരു തരിശായി കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ച് ആ മഴ വർഷിപ്പിച്ചതിന് ശേഷം രണ്ടാമതും ജീവിപ്പിക്കുന്നതിനെ പറ്റി അള്ളാഹു പറഞ്ഞു, കദാലിക തുഖ്റജൂൻ, ഇങ്ങനെയാണ് നിങ്ങളെന്ത് ചെയ്യുക, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുക. മരണത്തിന് ശേഷം ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ്, കുല്ലു മൻ അലൈഹ ഫാൻ, എല്ലാവരും മരിച്ചു കഴിയും. രണ്ടാമത്തെ ഊത്തുമ്പോഴാണ് ജീവിക്കുക. ആ ജീവിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും, മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ എന്നിട്ട് ഊത്തുമ്പോൾ ആ മഴയിൽ ഊതുമ്പോഴാണ് പിന്നീട് സസ്യങ്ങൾ മുളച്ചു വരുന്ന പോലെ ഓരോരുത്തരെ കവർന്ന് എന്ത് ചെയ്യും, അങ്ങനെ ഭൂമി കുറച്ച് നോർമലായിട്ടുണ്ടാവും, അതിൽ നിന്നാണ് ഉയർത്തിയത്. ആ ഉയർത്തെഴുന്നേൽപ്പിട്ട് പിന്നെ എടുക്കാൻ പോകുന്നത് മഹ്ശർ. മഹ്ശർ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ മഹ്ശർ എന്ന് പറഞ്ഞ യൗമ തുബദ്ദൽ അർളു ഗൈറൽ അർളി, ഈ ഭൂമി അല്ലാതെ ആക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ മഹ്ശർ എന്ന് പറഞ്ഞാൽ വേറെ അല്ല, ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് മിമ്പറി അൽ ഹൗദി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബിയിലെ മിമ്പർ
ആ മിമ്പർ നിൽക്കുന്ന സ്ഥലമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് ഉണ്ടാവുക. മിമ്പരി അല ഹൗളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. മനസ്സിലായില്ലേ? ഹൗദുൽ കൗസർ റസൂലുള്ളാഹിന്റെ. അപ്പോൾ ഈ ഭൂമി തന്നെ, ഈ ഭൂമി തന്നെ, പക്ഷേ ഈ ഭൂമി ഇന്ന് ഇതുപോലെ ആവില്ല. പിന്നെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, നേരെയുള്ള വെളുത്ത പ്രതലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഭൂമിനെ നിരപ്പാക്കാൻ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ 2/3 ഭാഗം എന്താണ്? വെള്ളമാണ്. 2 ഭാഗം നിരപ്പാണല്ലോ ഓൾറെഡി, ഇല്ലേ? ഇനിയിപ്പോൾ ആ 1/3 നിരപ്പാക്കിയാൽ പോരെ? ആ സമുദ്രം ഓൾറെഡി അതിനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി? നിരപ്പാണല്ലോ. ഇനി ബാക്കി 1 ഭാഗം എന്ത് ചെയ്താൽ മതി? മരക്ക്. അതാണ് അടുത്ത പിന്നെ എൻസിഫ റബ്ബി നസ്ഫ. ഈ പർവ്വതങ്ങളൊക്കെ തട്ടി നിരപ്പാക്കി അള്ളാഹ് എന്ത് ചെയ്യും? നിരപ്പാക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി അല്ലാതെ നിരപ്പാക്കുന്നത് നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പിന്നെ പറയാം വനഹ്ശറുൽ മുജ്രിമീന. പിന്നീട് മുജ്രിമീങ്ങളായ ആളുകളെ നാം പുനരുജ്ജീവിപ്പിക്കും. ഹഷറ എന്ന് പറഞ്ഞാൽ അതാണ് മഹ്ശർ, രണ്ടാമത് ജീവിപ്പിക്കുക. വനഹ്ശറു എന്ന് പറഞ്ഞാൽ നാം അവരെ ജീവിപ്പിക്കും. അൽ മുജ്രിമീന, മുജ്രിം എന്ന് പറഞ്ഞാൽ ആരാണ്? കുറ്റവാളി. അജ്റമ എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇൽ. അജ്റമ യുജ്രിം മുജ്രിം. അജ്റമ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തെന്നർത്ഥം. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്നർത്ഥം. ജുർമ് ചെയ്തവൻ, കുറ്റവാളി, കുറ്റം ചെയ്ത ആള്. അജ്റമ യുജ്രിമു. അജ്റമ എന്നാണ് ഫിയല്, ഇതിൻ്റെ ഇസ്മു ഫാഇലാണ് മുജ്രിം. അതിൻ്റെ ജമ്മാണ് മുജ്രിമീന. വനഹ്ശറുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് യൗമ ഇദിൻ, ആ ദിവസം. ആ ദിവസം എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ യുംഫഖു ഫിസ്സൂർ ഇല്ല, അതിന് ശേഷമുള്ള ദിവസം, ഖിയാമത്ത് നാളിൻ്റെ ദിവസം. എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുക? സുർഖ. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല എന്നർത്ഥം. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല കളറിനാണ് പറയുക. നീല കളറിനാണ് അസ്റഖ് എന്ന് പറയുക. കറുപ്പിനെന്താ പറയുക? അസ്വദ്. വെള്ളക്കെന്താ പറയുക? അബിയദ്. ചുവപ്പ് അഹ്മർ. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല. മഞ്ഞക്ക് അസ്ഫർ എന്ന് പറയുക. അസ്ഫർ. പച്ചക്ക് അഖ്ളർ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരുമിച്ച് സുർഖ, നീല നിറമുള്ളവരായിക്കൊണ്ടായിരിക്കും. അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവിടെ കണ്ണുകൾ നീലയായിരിക്കും, അവിടെ മുഖം നീലയായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു പകുതി വ്യാഖ്യാനമാണ്. അള്ളാഹ് ഇവിടെ പറഞ്ഞ എന്താണ്? മുജ്രിമീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുന്നത് സുർഖ, നീല കളറായിരിക്കും. അതെന്തിനാണ് നീല കളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകം എന്ന് പറഞ്ഞാൽ ശരിക്ക് ദുനിയാവിനെ പോലെയല്ല. ദുനിയാവിൽ ആരാണ് സത്യവാൻ, ആരാണ് കുറ്റവാളി, ആരാണ് സത്യവാൻ എന്നൊന്നും എന്തിയില്ല, തിരിച്ചറിയാൻ കെട്ടുന്നത്. ഇപ്പം നിങ്ങളുണ്ടല്ലോ പൊന്നാനിയിൽ ചെങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് പേപ്പർ വെച്ചില്ലേ? ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് 3 ദിവസം ആൾ വെറുതെ ജയിലിരുന്നു, പേപ്പർ വെച്ചില്ലല്ലേ ആരും. അതായത് ഓൻ്റെ പെണ്ണുങ്ങളായിട്ടൊരു കച്ചറുണ്ട്, അപ്പുറത്തെ പെണ്ണുങ്ങളായിട്ട് കച്ചറുണ്ട്. അപ്പം ഇവൻ ആള് മാറിയിട്ടുണ്ട്. ഇവൻ്റെ ഈ 2 ആളുടെയും വാപ്പാൻ്റെയും ഇമ്മാൻ്റെയും പേരൊന്നാണ്, ഇവൻ്റെയും പേരൊന്നാണ്. മനസ്സിലായില്ലേ? 2 ആളും പെണ്ണുങ്ങളായിട്ട് കച്ചറയുണ്ട്. അവസാനം എന്ന് വെച്ചാൽ പോലീസ് പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് മറ്റോ ഗൾഫിലാണ്. അപ്പം ആളില്ലാത്തവർ ഇവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ജയിലിട്ടു. 3 ദിവസം കഴിഞ്ഞ് ജയിലിൽ കിടന്നപ്പോഴാണ് മനസ്സിലായത് ഈ ആളല്ല പ്രതിയെന്ന്. ആള് മാറിപ്പോയി. സംഗതി എന്താ വെച്ചാൽ പേരും ബാപ്പാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും ഒക്കെ ഒന്നാണ്. 2 ആളും പെണ്ണുങ്ങളായിട്ട് കച്ചറയുണ്ട്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? വെച്ചാൽ ഇവിടെ പരലോകത്ത് അങ്ങനല്ല. പരലോകത്ത് മുജ്രിമീങ്ങളും മുഹ്സിനീങ്ങളും തമ്മിൽ വേർതിരിച്ചെന്നെന്ത് ചെയ്യും? മനസ്സിലാവും. അതുകൊണ്ടാണ് യൗമ തബിയദ്ദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് വരുമ്പോൾ വെളുത്തതായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചില മുഖങ്ങൾ കറുത്തതായിരിക്കും. അതുപോലെ തന്നെ സൂറത്തു കഹ്ഫിൽ തന്നെ കാണാം, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ.
അന്ധനായിക്കൊണ്ടായിരിക്കും. അപ്പോൾ അവൻ ചോദിക്കും ലിമ ഹശർത്തനി അമ്മ വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പോൾ ചില അന്ധന്മാരായിട്ട് ചില ആൾക്കാരുണ്ടാവും, വേറെ ചില ആളുകൾ മുഖം കറുത്തവരായിട്ടുണ്ടാവും, വേറെ ചില ആളുകൾ മുഖം കുത്തിയവരായിട്ടുണ്ടാവും. അതും ഖുർആനിലുണ്ട്. അതായത് അവരുടെ മുഖത്തിലൂടെയാണ് അവരെന്ത് ചെയ്യുക, മുഖം കുത്തിയിട്ടാണ് നടക്കുക, എന്നാൽ തല കുത്തനെയാണ് നടക്കുക. വേറെ ചില ആളുകൾ ഉറുമ്പിൻ്റെ വലുപ്പത്തിലുണ്ടാവുള്ളൂ. ഇതൊക്കെ ഹദീസിലാണ്. അപ്പോൾ പല രൂപത്തിലാണ് മുജ്രിമീങ്ങൾ എന്ത് ചെയ്യുക, പരലോകത്തേക്ക് വരിക. അപ്പം മുജ്രിമീങ്ങളായ ആളുകളെ കണ്ടാൽ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരും ആണ്, മുശ്രിക്കീങ്ങളാണ് അവിടെ കാര്യമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുനാഫിക്കീങ്ങളൊക്കെ പിന്നെ ഈ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. കാഫറുകളാണ് പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഇന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പല രൂപത്തിലാണ് മുജ്രിമീങ്ങൾ വരിക. അതിലൊരു വിഭാഗമാണ് എന്ത്, നീല നിറം, സുർഖ. ഇനി അതല്ല, ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ എല്ലാ മുജ്രിമീങ്ങളുടെയും നിറം ഇതായിരിക്കും, രൂപത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ തൊലിൻ്റെ ഒരു നിറം ഉണ്ടല്ലോ മനുഷ്യൻ്റെ, നീല മനുഷ്യൻ എപ്പോഴാകല്, വിഷം തട്ടിയാൽ. ഒരു മനുഷ്യന് വിഷം തട്ടുക, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെടുക, അപ്പോഴൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ നീല കളറാകുക. അപ്പം ഈ മനുഷ്യൻ നീലയായി മാറുന്നത് തഫ്സീറിൽ പറഞ്ഞത് വെച്ചാൽ, അതായത് ആ ദിവസത്തെ ഭയാനകതയും ആ ദിവസത്തിൻ്റെ കാഠിന്യവും കണ്ട് അവൻ പേടിച്ചിട്ടുണ്ടാവും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാഴ്ചകളായിരിക്കും പരലോകത്ത് എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ കാണേണ്ടി വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ട് ആ മനുഷ്യൻ പേടിച്ചിട്ട് നീല കളറായിട്ടുണ്ടാവും, സുർഖ. അതൊരു അടയാളമാണ് അള്ളാഹു സത്യനിഷേധികളായ ആളുകൾക്കുള്ള പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അടയാളം. വിശ്വാസികളായ ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഒളുവിൻ്റെ അവയവങ്ങൾ പ്രകാശിക്കും, അവരുടെ മുഖത്ത് പ്രകാശമുണ്ടാകും, അവർക്ക് പ്രകാശത്തിൻ്റെ വസ്ത്രങ്ങൾ അള്ളാഹു അണിയിക്കും. ഇതൊക്കെ ഹദീസിലും ഖുറാനിലൊക്കെ വന്നത്. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളും മുജ്രിമീങ്ങളായ ആളുകളും തമ്മിൽ, അതുകൊണ്ടാണ് മംതാസുൽ യൗമ അയ്യുൽ മുജ്രിമൂൻ എന്ന സൂറത്ത് യാസീൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, മാറി നിൽക്കി, എന്നാൽ അവരുമായിട്ട് എന്ത് ചെയ്യാൻ, കൂടിക്കലരാതെ മാറി നിൽക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ പരലോകത്തേക്ക് വരുമ്പോഴുള്ള അടയാളം. അപ്പോൾ പരലോകത്ത് നിന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവൻ എന്താണ്, ഒരു വ്യത്യസ്തനായിട്ടാണ് എന്ത് ചെയ്യുക, അവൻ്റെ നിറവും അവൻ്റെ രൂപവും എല്ലാം വ്യത്യസ്തമായ രൂപത്തിലായിട്ടാണ് അവൻ മഹ്ശറിലേക്ക് വരിക എന്നാണ് മനസ്സിലാവുന്നത്. ഇത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു അദാബായിട്ടും, അവർ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ പിന്നെ കച്ചവടത്തിൽ ചതിയും വഞ്ചനയും കാണിച്ച ആളുകൾ, അവരെ സംബന്ധിച്ച് അവിടെ മൂട്ടിൽ എന്തുണ്ടാവും, ഒരു കൊടി ഉണ്ടാവും, അവരുടെ പുറം ഭാഗത്തൊരു കൊടി ഇട്ടിട്ടുണ്ടാവും. അതായത് ഖദ്ദാർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഖദ്ദാർ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ എന്നർത്ഥം. ഖദ്ദാർ എന്ന് എഴുതി, അതായത് ഓൻ്റെ മൂട്ടിൽ വന്നൊരു കൊടി ആയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തളയാനൊന്നും കഴിയൂല. ആ കൊടിയിൽ എന്താ ഖദ്ദാർ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ, ഖദറ എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്നാ. ഖദ്ദാർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ കൊടി കാണുന്ന ആളുകൾക്കൊക്കെ എന്ത് മനസ്സിലാവും, ഇവൻ ആളുകളെ പറ്റിച്ചിട്ട് എന്ത് ചെയ്താണ്, പിന്നെ സമ്പത്തുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കച്ചവടത്തിലും അല്ലാത്ത ഇടപാടുകളൊക്കെ ആളുകൾ വഞ്ചിച്ച് ഖദ്ദാർ. അപ്പോൾ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് ദില്ലത്ത്, നിന്ദിതിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുജ്രിമീങ്ങളായ ആളുകൾക്ക് അന്നൊരു സന്തോഷ വാർത്തയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുത്തക്കബ്ബിരീങ്ങളായ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുത്തക്കബ്ബിരീങ്ങളായ ആളുകൾ അള്ളാഹു ഒരു ഉറുമ്പിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കുള്ളൂ. കിബിർ നടിച്ചവരെ ഒരു വലിപ്പം ഒരു ഉറുമ്പിൻ്റെ അത്ര. ഉറുമ്പിനെ നമ്മൾ ആരെയും കാണും, ഇവിടെ ഉറുമ്പിനെ നമ്മൾ കാണില്ലല്ലോ, നമ്മൾ ഉറുമ്പിനെ ചവിട്ടി പോകും. ഇതുപോലെ അള്ളാഹുവിൻ്റെ മഹ്ശറിലേക്ക് അവർ വരുമ്പോൾ ഈ മുജ്രിമീങ്ങളായ മുത്തക്കബ്ബിരികൾ എന്തുണ്ടാവും, ഒരു ഉറുമ്പിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ അവരെ ചവിട്ടി ഇങ്ങനെ നടക്കും. കാരണം അവൻ ദുനിയാവിലും വലിയ ആളാണെന്ന് നടിച്ച ആളുകൾ അള്ളാഹു അവിടെ പരലോകത്ത് എന്ത് ചെയ്യണം, അവനെ ചെറുതാക്കാൻ. അങ്ങനെ പല രൂപത്തിലാണ് പരലോകത്തേക്ക് അള്ളാഹുവിൻ്റെ മഹ്ശറിലേക്ക് ആളുകൾ വരിക. അതിൽപ്പെട്ട ഒന്നാണ് സുർഖായിട്ട്, നീല നിറത്തിലായിരിക്കും ആളുകൾ പരലോകത്തേക്ക് വരിക. അത് നിറത്തിൻ്റെ ഒരു പ്രത്യേകം മാത്രമല്ല, കണ്ണുകളൊക്കെ നീല, അതുപോലെ തന്നെ മുഖം നീലയാകുക, ശരീരം നീലയാകുക, ഇതൊക്കെ ആളുകൾക്കുള്ള അടയാളമായിക്കൊണ്ട് പരലോകത്ത് വിശദീകരിക്കപ്പെട്ടാണ്.
ഇനി അവിടെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മഹ്ശറിലെത്തി, അപ്പോൾ തങ്ങളെപ്പോലെയുള്ള ആളുകൾ അവർ കാണും. അവർ ടീമായി നിൽക്കും, മുംതാസുൽ മുജ്രിമീങ്ങളൊക്കെ മാറി നിൽക്കും. അപ്പോൾ അവർ പരസ്പരം പറയുകയും പരസ്പരം രഹസ്യം പറയുകയും ചെയ്യുന്ന സംഗതിയാണ് അള്ളാഹ് അവിടെ പറഞ്ഞത്. യതഖാഫതൂന ബൈനഹും. ഖഫത എന്ന് പറഞ്ഞാൽ എന്താണ്? യതഖാഫതു എന്ന് പറഞ്ഞാൽ, ഖഫത എന്ന് പറഞ്ഞാൽ ശരിക്ക് പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നതാണ്. ഖഫത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം മെല്ലെ മെല്ലെ സ്വകാര്യം പറയാം. അപ്പം യതഖാഫതൂന ബൈനഹും, അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വകാര്യം പറയും. ആര്? ഈ മുജ്രിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യും? യതഖാഫതൂൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ബൈനഹും, അവർക്കിടയിൽ. എന്താണ് അവർ പറയാ? ഇൻ ലബിസ്തും. ഇൻ ലബിസ്തും, അവിടെ ഇൻ എന്ന് പറഞ്ഞാൽ ഷർത്തല്ല, അവിടെ നഫീൻ്റെ ഇന്നാണ്. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഇൻ ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ല. എവിടെ? ഭൂമിയിൽ നിങ്ങൾ താമസിച്ചിട്ടില്ല. ഇല്ല അശ്റ, 10 ദിവസമല്ലാതെ. ഇല്ല അശ്റ, 10 ദിവസമല്ലാതെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഖിയാമത്ത് നാളിലേക്ക് മനുഷ്യന്മാർ എത്തി അവിടെ നിന്ന് മുജ്രിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, നമ്മൾ ഭൂമിയിൽ എത്ര കാലം താമസിച്ചിട്ടുണ്ടാവും? അതിൽ 60 വയസ്സുകാരനുണ്ടാവും, 70 വയസ്സുകാരനുണ്ടാവും. നൂഹ് നബിൻ്റെ കാലത്ത് ജീവിച്ച കാഫിര്യങ്ങളുണ്ടാവും, അവർക്ക് 900, 1000 വർഷം ജീവിച്ചവരായിരിക്കും. അതുപോലെ തന്നെ 600, 700, 500 വർഷങ്ങളൊക്കെ ജീവിച്ച മുജ്രിമീങ്ങളുണ്ടാവും. ആ മുജ്രിമീങ്ങൾ എല്ലാവരും പറയുന്നത് എന്താണ്? 10 ദിവസം എന്ന് പറഞ്ഞാൽ അശ്റ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അശ്റ എന്ന് സാധാരണ അറബി ഭാഷയിൽ അതിൻ്റെ നെഹവിൻ്റെ നിയമം വെച്ചാൽ, ഇപ്പോൾ അശറത്തു എന്നാണ് 10 പറയാം അല്ലേ? അശറത്തു. ഇവിടെ ഈ അശറ ഇത് അദദാണ്. ഈ അദദിൻ്റെ ശേഷം വരുന്ന മഅദൂദ്, അതായത് എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീലിംഗമാണെങ്കിൽ എന്ത് ചെയ്യണം? അശ്റ. അപ്പോൾ അശ്റ ലയാലിൻ എന്നാണ് ഇവിടെ ശരിക്കർത്ഥം. ഇൻ ലബിസ്തും ഇല്ല അശ്റ ലയാലിൻ, 10 രാത്രികളല്ലാതെ. രാത്രികൾ ഉദ്ദേശം ദിവസങ്ങളാണ്. 10 ദിവസങ്ങളല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അവിടെ താമസിച്ചിട്ടില്ല. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഷീന് സുക്കൂനാണ്. അതേ സമയത്ത് സൂറത്ത് യൂസുഫിൽ കാണാം ഇന്നി റഅയ്തു ഫിൽ മനാമി അഹദ അശറ കൗക്കബൻ. അഹദ അശ്റ അല്ല, അവിടെ എന്താണ്? അശറ കൗക്കബൻ. അവിടെ എന്താണ്? കൗക്കബൻ എന്നുള്ളത് അത് മുദക്കറാണ്. കൗക്കബൻ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അപ്പോൾ ഇവിടെ എന്തായി? അശറ. ലയാലിൻ, ലൈലത്തിൻ്റെ ജമ്മാണ് ലയാലി, അതിന് സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താക്കി? അശ്റ. മനസ്സിലല്ലേ? അതൊരു നഹ്വിൻ്റെ നിയമമാണ്. മുഅന്നസാണെങ്കിലാണ് ഇവിടെ സുക്കൂന് വരിക, മുദക്കറാണെങ്കിൽ അവിടെ എന്താവും? ഫത്തഹായിട്ടാണ് സാധാരണ വരിക. അതിപ്പോൾ അശറ എന്നും ഖുർആനിൽ കാണാം, അശ്റ എന്നുണ്ടാവും. അത് അക്ഷരത്തെറ്റല്ല, അങ്ങനെയാണ് നിയമത്തിൻ്റെ നഹ്വിൻ്റെ നിയമം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇല്ല അശറ എന്നല്ല, ഇല്ല അശ്റ എന്ന് പറഞ്ഞാൽ അശ്റ ലയാലിൻ എന്നാണ്. 10 രാത്രികളല്ലാതെ നാം എന്ത് ചെയ്തിട്ടില്ല? താമസിച്ചിട്ടില്ല. ഈ രാത്രികൾ എന്നുള്ളത് ദിവസത്തിന് പകരമായിക്കൊണ്ട് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആദ്യ സമുദായത്തെ നശിപ്പിച്ച അതിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ. 7 ലയാൽ, 7 രാത്രികളും 8 പകലുകളും. അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ അള്ളാഹു പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അശ്റ. അതുകൊണ്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, പരലോകത്തിൻ്റെ കാഠിന്യവും ഭയാനകതയും കാണുമ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ താമസിച്ചിട്ടുള്ളതെന്തെയും അനുഭവപ്പെടും. എന്നാൽ ദുനിയാവിൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് അവസാനിച്ചതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് മനുഷ്യനെന്താ വെച്ചാൽ പിന്നെ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം പറഞ്ഞപ്പം അവരെത്ര കൊല്ലം ഉറങ്ങി?
309 ചന്ദ്രവർഷപ്രകാരം 309, അല്ലെങ്കിൽ 1 വർഷപ്രകാരം 300 വർഷം. 300 വർഷം ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവർ നീച്ചിട്ട് എന്താ പറഞ്ഞത്? നമ്മൾ എത്ര കൊല്ലം? യൗമൻ ഔ ബഅദ, കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം, ഒരു 5-6 മണിക്കൂർ. നിങ്ങൾ ആലോചിച്ചോക്കണം, ഒരു ഉറങ്ങിക്കഴിഞ്ഞ് 300 കൊല്ലം ഇറങ്ങി. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹ് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ രണ്ടാമതും ഉറക്കൊരു മരണമാണല്ലോ. ആ ഉറക്കത്തിന് ശേഷം, മരിച്ചതിന് ശേഷം നമ്മൾ ജീവിച്ചാൽ, ഈ ദുനിയാവിൽ നമ്മൾ എത്ര കാലം ജീവിച്ചാലും നമുക്ക് അവിടെ എത്തുമ്പോൾ എന്തേ തോന്നുള്ളൂ? വളരെ കുറച്ച് നമ്മൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുള്ളൂ. അപ്പം അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ആ ദിവസത്തിൻ്റെ ദൈർഘ്യം അതുകൊണ്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൻ്റെ ദിവസത്തിൻ്റെ നീളത്തെ പറ്റി എത്ര പറഞ്ഞു? അൽഫി സനത്തി മിമ്മ തഉദ്ദൂൻ. അത് മൊത്തം പോയി ഒരാള്. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തി മിമ്മ തഉദ്ദൂൻ. സൂറത്തു ഹജ്ജിൽ കാണാം, വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു. അവർ അള്ളാഹിൻ്റെ അദാബ് വരാൻ വേണ്ടി തിരക്കൂട്ടാണ്. പക്ഷേ അള്ളാഹ് ഒരിക്കലും അവൻ്റെ വഅദ് ലംഘിക്കൂല. അത് വരുമ്പോഴേ വരുള്ളൂ. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കഅൽഫി സനത്തിൻ, 1000 ദിവസത്തിന് തുല്യമാണ്. മിമ്മാ തഅദ്ദൂന, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 ദിവസമല്ല, 1000 വർഷത്തിൻ്റെ തുല്യം. അത്രയും ദൈർഘ്യമുള്ള ദിവസത്തിലാണ് മനുഷ്യന്മാർ നിൽക്കുമ്പം ഈ ദുനിയാവിൽ ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ 60 കൊല്ലം 600 കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യന്മാർ ഒരു 10 ദിവസം 5 ദിവസമൊക്കെ ജീവിച്ചതുപോലെ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവിൻ്റെ ജീവിതവും പരലോകത്തിൻ്റെ ജീവിതവും മഹ്ശറിൽ നിന്ന് തന്നെ അവർക്ക് ബോധ്യപ്പെടുകയാണ്. മഹ്ശറിൽ നിന്ന് തന്നെ മുജ്രിമീങ്ങൾക്ക് എന്ത് ചെയ്യാണ്? പരലോകത്തിൻ്റെ ദൈർഘ്യവും ദുനിയാവിൻ്റെ നിസ്സാരതയും അവർക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല യതഖാഫത്തൂന എന്ന് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? സ്വകാര്യം പറയാം പറഞ്ഞാൽ ആരും കേൾക്കണ്ട, നമ്മൾ തമ്മിൽ കേട്ടാൽ മതി എന്നവർക്ക് രഹസ്യമായിക്കൊണ്ട് അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് ഉറക്കെ പറയാൻ വയ്യ. അപ്പം അത്രയും അവർക്കത് ഭയപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി മാത്രമല്ല, അവർ പിന്നെയും പറയുന്നത് നഹ്നു അഅലമു ബിമാ യഖൂലൂന, നാം കൂടുതൽ അറിയുന്നവരാണ്. അതായത് ഇനി അവർ പറയും നമുക്ക് ഇനി കുറച്ചുകൂടി ഇതിനൊക്കെ പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാന്ന് പറയുമ്പം അവർ പറയും നിങ്ങൾ 10 ദിവസം ജീവിച്ചിട്ടില്ല, ഒരു ദിവസം ജീവിച്ച അത്രയേ ഉണ്ടാവുകയുള്ളൂ. അതാണ് നഹ്നു അഅലമു, നാം അറിയുന്നവരാണ്. ബിമാ യഖൂലൂന, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും അറിയുന്നവനാണ്. മാത്രമല്ല ഇത് യഖൂലു അംസലുഹും, അവരെ പോലത്തെ അല്ലെങ്കിൽ അവരിൽ ഏറ്റവും നല്ല ആളുകൾ, അതായത് കൂടുതൽ നല്ലവരെന്ന് കരുതപ്പെടുന്ന ആളുകൾ, അംസലുഹും ത്വരീഖത്തൻ, ഏറ്റവും നല്ല ത്വരീഖ് സ്വീകരിച്ച, അംസലു എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്യൂട്ടായ അല്ലെങ്കിൽ ഏറ്റവും മോഡലായിട്ടുള്ള, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ത്വരീഖ് സ്വീകരിച്ച ആളുകൾ പറയുന്നതും നാം അറിയുന്നുണ്ട്. അവരെന്താണ് പറയുക? ഇല്ലബിസ്തും ഇല്ല യൗമൻ. അപ്പം നല്ല ആൾക്കാർ പറയും ഒരു ദിവസം നമ്മൾ ദുനിയാവിൽ നിന്നിട്ടുള്ളൂ. മുജ്രിമീങ്ങൾ പറയും നമ്മൾ 10 ദിവസമേ നിന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ദുനിയാവിൻ്റെ നശ്വരത എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ ഒരു നിസ്സാരത എത്രമാത്രം ഉണ്ടെന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുന്നത്. മാത്രമല്ല ഇതിലൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് കണ്ടറിയാത്തവനെന്ത് ചെയ്യും? കൊണ്ടറിയും. പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും. അതുകൊണ്ടാണ് റബ്ബിർജിഊൻ എന്ന് പരലോകത്ത് എന്ന് പറഞ്ഞത്. പഠിച്ചവൻ ഇനിയൊന്ന് എന്ത് ചെയ്യണം? മടക്കിയിട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നഅമൽ സ്വാലിഹൻ ഫീമാ തറക്തു, ഞങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങൾ ചെയ്യാതെ വിട്ട എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം അവിടെ വെച്ച് പറയും. അവിടെ വെച്ചൊരു വെറുതെ പറയില്ല, ശരിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശരിക്ക് അറബി ഭാഷയിൽ സാധാരണ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ലൈസൽ മുഖാബറ ഖൽ മുആയന, പറഞ്ഞറിയണത് പോലെയല്ല കണ്ടറിയണത്. പറഞ്ഞിട്ട് മനസ്സിലാവില്ല, അത് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ പറഞ്ഞത് ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? ബോധ്യപ്പെടും.
നമുക്കെന്ത് ചെയ്യും, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടും. ഇനി ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഖബറിൽ ശിക്ഷയില്ല എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഈ ആയത്തിനൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാളിൽ പിന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യാണ്, രണ്ടാമതും കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ആ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ പിന്നീട് നേരെ മഹ്ശറിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് പിന്നെ ഖബറിനെ പറ്റിയിട്ട് എന്തില്ല, ഇവിടെ അള്ളാഹു പറഞ്ഞില്ല. അതായത് ഒരാൾ മരിച്ചു, കാഹളത്തിൽ ഊതി എന്ത് ചെയ്തു, മരിച്ചു, പിന്നീട് ഒരു വട്ടം കൂടി ഊതി മഹ്ശറിലേക്ക് പോയി, മഹ്ശറിലേക്ക് എത്തുകയാണ് നേരെ. പിന്നെ ഖബറിന് എവിടെ ഇപ്പം ശിക്ഷ രക്ഷയൊക്കെ ഉണ്ടാകുക? അപ്പം ഖബർ ശിക്ഷ രക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ പറയേണ്ടതല്ലേ എന്നാണ് ചില ആളുകളെ ജാഹിലിങ്ങളെ വർത്താനം. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എല്ലാ കാര്യവും എല്ലായിടത്തും പറയണമെന്നില്ല. അതാണ് ഒന്നാമത്തെ മറുപടി. അതായത് ഇസ്ലാമിൽ ഇപ്പം നോക്കിക്കോ, നമ്മൾ ആമന റസൂൽ നമ്മൾ ഓതലില്ലേ, ഇല്ലേ? അത് നോക്കിക്കണി, ആമന റസൂലു വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലിഹി. അപ്പോൾ വിശ്വാസക്കാരാകെ 4 ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന. മുഅ്മിനീങ്ങളുടെ വിശ്വാസം അല്ല പറയണത് ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലിഹി. അപ്പം 4 കാര്യത്തിൽ വിശ്വസിച്ചാൽ ഒരാളെന്തായി, മുഅ്മിനായോ? കാഫിറല്ലേ? അപ്പോൾ ഈ ആയത്തെടുത്തിട്ട് പറയണ ഒരാളെന്ത്, ഈമാൻകാരെ 6 ഈമാൻകാരെ 4 തെളിവെന്താണ്? ആമന റസൂൽ. അവൻ ജാഹിലാണ്. കാരണം എന്താ? അള്ളാഹുവിലും വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കണം എന്ന് ഖുർആനിലും ഹദീസിലും വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് തന്നെ പറയണമെന്നില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംബന്ധിച്ചും മഹ്ശറിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ബർസഖുണ്ട്, വമിൻ വറാഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്നത് വേറെ പറഞ്ഞില്ലേ? അപ്പം എന്താ ഈ ബർസഖ് എന്ന് പറഞ്ഞാൽ? ബർസഖ് എന്ന മറന്ന ദുനിയാവിൻ്റെയും ഇടയിലുള്ള പരലോകത്തിൻ്റെ ഇടയിലുള്ള അതാണ് മറയാണ് ബർസഖ്. അപ്പോൾ ആ ബർസഖിനെ പറ്റി വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞില്ല എന്നതുകൊണ്ട് സാധാരണ അറബി ഭാഷയിൽ നിയമം എന്താ വെച്ചാൽ, അദമു ദിക്ർ ലാ യദുല്ലു അലാ അദമി ഷൈഇ. ഒരു കാര്യം പറഞ്ഞില്ല എന്നത് ആ കാര്യം ഇല്ല എന്നതിൻ്റെ തെളിവല്ല. ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തല്ല, ആ കാര്യം അവിടെ ഇല്ല, സംഭവിച്ചിട്ടില്ല എന്നുള്ള തെളിവല്ല. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് ഇത് ഖബർ ശിക്ഷയ്ക്ക് എതിരാണ്, അല്ലെങ്കിൽ ഖബർ ശിക്ഷ അല്ല എന്നുള്ളതിൻ്റെ ഒരിക്കലും തെളിവായിട്ട് ഈ ആയത്തുകൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെ സൂചനകളുണ്ട്. ഇപ്പോൾ ഫിർഔനെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരവും ആല് ഫിർഔന് നരകം കാണിക്കപ്പെടുന്ന ഖുർആനിലുണ്ട്. അപ്പം ചില ആൾക്കാർ പറഞ്ഞു അത് ഫിർഔന് മാത്രമാണ്. അള്ളാഹ് ഖബർ ശിക്ഷ ഉണ്ടെന്ന് ഖുർആനിൽ ഏറ്റവും വ്യക്തമായി പറഞ്ഞ ഫിർഔനെ പറ്റിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഫിർഔന് മാത്രമാണത്. ഫിർഔന് മാത്രമാണ് നമ്മുടെ ഖുർആനിൽ പറഞ്ഞത്. ഫിർഔനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഫിർഔന് മാത്രം പറഞ്ഞില്ല. ഫിർഔനുണ്ട്, അതിനകത്ത് ഫിർഔനില്ലാത്തവർക്കില്ല എന്നുണ്ടോ? ഫിർഔനുണ്ട് പറഞ്ഞു. അതിന് വേറെയും ആളുകൾക്ക് അത് ശിക്ഷ ഉണ്ടാകാം. മാത്രമല്ല ഖുർആനിൽ ഇല്ലെങ്കിലും ഹദീസിൽ എന്താണ് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്, മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷ ഉണ്ടെന്നും ഖബർ ലജ്ജത്ത് ഉണ്ടെന്നും ഖുർആനിലെ ഹദീസിലൊക്കെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ പരലോകത്തെത്തുമ്പോൾ ദുനിയാവിൻ്റെ ജീവിതം വളരെ നിസ്സാരമായി അവർക്ക് അനുഭവപ്പെടും. ഇതാണ് ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇനി അടുത്ത ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില സഹാബിമാർ ഇപ്പം ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയും സൂറിൽ ഊതുന്നതിൻ്റെ ഭയാനകതയൊക്കെ പറഞ്ഞപ്പോൾ സഹാബത്തിന് സംശയം ഉണ്ടായി. അപ്പോൾ ഇത്രയും വലിയ പർവ്വതങ്ങൾ ഖിയാമത്ത് നാളിൽ എന്താണ് സംഭവിക്കുക? പർവ്വതങ്ങൾക്ക് ഈ പർവ്വതങ്ങളൊക്കെ തകർക്കപ്പെടുമോ? അതല്ല ഖിയാമത്ത് നാളിൽ എന്താണ് പർവ്വതങ്ങളുടെ അവസ്ഥ ഉണ്ടാകുക? അവർ ചോദിക്കുക, വയസ് അലൂനക അനിൽ ജിബാൽ, നബി അവർ താങ്കളോട് ചോദിക്കുന്നു അനിൽ ജിബാലി, പർവ്വതങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിശുദ്ധ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് 12 ചോദ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. കുല്ലുഹാ ഫിൽ ഖുർആൻ,
ആ 12 ചോദ്യങ്ങളും എന്തുണ്ട്? ഖുർആനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ, 23 കൊല്ലത്തിനിടക്ക് സഹാബത്ത് ഇത്രയും കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നബി സാന്ദർഭികമായിട്ട് വിശദീകരിക്കും. പിന്നെ സഹാബത്ത്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബത്ത് പ്രവാചകരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി അവർക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അവർ വല്ല ആറാബി വരുന്നത് നോക്കിക്കും, ആറാബിനോട് ചോദിപ്പിക്കും. ഓർക്ക് പിന്നെ മര്യാദ ഒന്നും ഇല്ലല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും എന്താ വെച്ചാൽ ഹദീസിൽ കാണാം ജാ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാ റജുലുൻ എന്നൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ ഈ ജാ റജുലുൻ എന്ന് പറഞ്ഞാൽ അധികം ആരാണ്? അറാബികളാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് 12 ചോദ്യങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ആ 12 ഖുറാനുണ്ട്. അതുകൊണ്ട് യസ്അലൂനക എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഖുറാനിൽ യസ്അലൂനക എന്നുള്ളത് 13 സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആ 13 സ്ഥലങ്ങൾ 12 സ്ഥലങ്ങളും ചോദ്യങ്ങളാണ്. യസ്അലൂനകൽ ജിബാൽ, അതുപോലെ തന്നെ യസ്അലൂനകൽ മഹീൽ, യസ്അലൂനക ദിൽ ഖർനൈൻ, ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ യസ്അലൂനക അൻ അൻഫാലി, വയസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, ويسألونك ماذا وحل لهم ويسألونك محيض ويسألونك عن اليتامى ويسألونك ماذا ينفقون ويسألونك عن الخمر والميسر ويسألونك عن الشهر الحرام ഇങ്ങനെ വയസ്അലൂനക അനിൽ അഹില്ല, ഇങ്ങനെ 12 ചോദ്യം. അപ്പം ഇന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ചോദ്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് എന്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അവർക്ക് സംശയമില്ലാഞ്ഞിട്ടില്ല. അത് പ്രവാചകനോടുള്ള അദബിൻ്റെ ഭാഗമാണ്, ശരിയല്ലേ? അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദർഭികമായിട്ട് വിശദീകരിച്ചെടുക്കും, ചോദിച്ചൊരു ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ പിന്നെ സഹാബത്ത് മറ്റുള്ളവരിലൂടെയാണ് എന്ത് ചെയ്യുക, ചോദ്യം ചോദിപ്പിക്കുക. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കം പറയുന്നത് കാണാൻ കഴിയും, ഞങ്ങൾ പലപ്പോഴും അറാബികൾ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പാലിക്കുന്ന മര്യാദ അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് എങ്ങനെ ചോദിച്ചാലും എന്നുണ്ടാവില്ല, അതൊരു അദബികേടായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, തോന്നൂല. അതുകൊണ്ടല്ലോ പള്ളി കൊണ്ട് മൂത്രയിച്ചില്ലേ, പള്ളി വന്ന് മൂത്രയിച്ചല്ലോ അറാബി. അപ്പോൾ അവരെ സംബന്ധിച്ചൊത്ത് അങ്ങനെയാണ്. ഇന്നത്തെയും അതായത് നാട്ടുവാസികളായിട്ടുള്ള ഗ്രാമീണവാസികളാണ് ബദു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവരിൽ നിഫാഖുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പം അവർ വന്നിട്ടാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ ഇവിടെ പിന്നെ സഹാബത്ത് നബിയോട് ചോദിക്കുക വയസ്അലൂനക അനിൽ ജിബാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. അപ്പം നബിയാണ് മറുപടി പറയുന്നത്, പക്ഷേ അള്ളാഹാണ് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സഹാബത്തിൻ്റെ ഇജ്തിഹാദിലൂടെ കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുക. അവർക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതും വഹിയിലൂടെ അല്ലാതെ മറുപടി പറയാൻ കഴിയാത്തതുമായ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. അതുകൊണ്ടാണ് യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈനെ പറ്റി ചോദിച്ചു, റൂഹിനെ പറ്റി ചോദിച്ചു. 3 കാര്യങ്ങളെ പറ്റി ചോദിച്ചാൽ മറുപടി പറയുകയാണെങ്കിൽ മുഹമ്മദ് സത്യപ്രവാചകനാണെന്ന് ജൂതന്മാർ മക്കത്തെ മുശ്രിക്കിന് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒന്ന് ചോദിച്ചു. പിന്നെ 3 കാര്യങ്ങൾ, ഒന്ന് ദുൽഖർനൈൻ, റൂഹ്, ഖിയാമത്ത് നാളെപ്പോഴാണ്. അത് ലൈലത്തുൽ ഖദറാണ്. അത് സഹാബത്ത് ചോദിച്ചില്ല, ലൈലത്തുൽ ഖദർ എന്നാ ചോദിച്ചില്ല. അപ്പം ഈ 3 ചോദ്യങ്ങൾ റസൂലുള്ളാഹി ചോദിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു തരാറുണ്ടോ, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. വഹി വന്നില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച മാനസിക പ്രയാസം എത്രയായിരിക്കും. 3 കാര്യങ്ങളാണ്. ഒന്ന് റൂഹിനെ പറ്റി, രണ്ടാമത് ദുൽഖർനൈനെ പറ്റി ചോദിച്ചു, പിന്നെ ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചു. അപ്പോൾ ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. നമുക്ക് ഇൻഷാ അല്ലാഹ് വില ഇല്ലല്ലോ, നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ എന്താ പറയും, ഇൻഷാ അല്ലാഹ് നോക്കാം. അതൊരിക്കലും പറയാൻ പാടില്ല, അതൊരിക്കലും പറയാൻ പാടില്ല. കാരണം ഇൻഷാ അല്ലാഹ്ക്ക് ഭയങ്കരമായ വില ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയതിൻ്റെ പേരിൽ 15 ദിവസത്തോളം പ്രവാചകന് വഹി തടയപ്പെട്ടു.
മുശ്രിക്കുകളായ ആളുകൾ ഭയങ്കരമായ ആഘോഷം. കാരണം എന്താ? തോറ്റില്ലേ? നബിനെ പരീക്ഷിക്കാൻ വേണ്ടി ജൂതന്മാരുടെ അടുക്കൽ പോയിട്ട് ചോദ്യം വാങ്ങി. നമ്മൾ സാധാരണ ഉണ്ടല്ലോ വഹാബിയോട് തോൽപ്പിക്കാൻ മുഖാമത്തിൽ ചോദ്യം ചോദിക്കാൻ വരരുത്. ഉത്തരം മുട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരമില്ല. കരുത് വഹയിലൂടെ അല്ലാതെ ഉൽഖറിനെ നബിക്കറിയില്ലല്ലോ, റൂഹിനെ പറ്റി അറിയില്ല. അങ്ങനെയാണ് കഫില വലാ തഖൂലന്ന ശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയാതെ നാളൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയാൻ പാടില്ല. എന്നിട്ട് യസ്അലൂനക അനിൽ ഖർനൈൻ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞെടുത്ത്, പിന്നെ റൂഹിനെ പറ്റി പറഞ്ഞെടുത്ത്, പിന്നെ ഖിയാമത്ത് നാൾ റൂഹിനെ പറ്റി പറഞ്ഞെടുത്തപ്പോൾ എന്താ പറയുക, പിന്നെ ഖിയാമത്ത് നാൾ കേട്ടോ അസ്ഹാബുൽ കഹ്ഫും ദുൽഖർനൈനും റൂഹിനെ പറ്റിയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഖിയാമത്ത് നാളെ പറ്റിയല്ല. അസ്ഹാബുൽ കഹ്ഫും ദുൽഖർനൈനും റൂഹിനെ പറ്റിയാണ് ചോദിക്കാൻ പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി സൂറത്ത് കഹ്ഫ് ആയത്തിറക്കി കൊടുത്ത്, റൂഹിനെ പറ്റിയിട്ട് ദുൽഖർനൈന് സൂറത്ത് കഹ്ഫിൽ അവസാനത്തെ ആയത്തിറക്കി കൊടുത്ത്, റൂഹിനെ പറ്റി സൂറത്ത് കഹ്ഫിൻ്റെ പിന്നെ ശേഷമുള്ള സൂറത്തിൽ വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി, ഈ മറുപടിയും കൊടുത്തു. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ മറുപടി കൊടുത്തു 15 ദിവസത്തിന് ശേഷം. അപ്പോൾ ഇത് സഹാബത്ത് ചോദിച്ച് പിന്നെ സഹാബത്തിൻ്റെ മുസ്ലിം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അവർ ചോദിച്ചു, സഹാബത്ത് ഇത് കേട്ടു. അപ്പോൾ ഇവിടെ സഹാബത്തിന് സംശയം എന്താ വെച്ചാൽ, അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ സഹാബത്തിൻ്റെ അദബാണ് ഇവിടെ മനസ്സിലാണ്. അവർക്ക് അറിയാനിട്ടല്ല, പക്ഷേ പ്രവാചകനോട് വളരെ കുറഞ്ഞ. നേരെ മറിച്ച് ബനൂ ഇസ്രായേൽ അങ്ങനെയല്ല. പശുവിനെ ഇറക്കാൻ പറഞ്ഞ് അടുത്ത ചോദ്യം എന്താ ഇപ്പം നിറം? അപ്പം നിറം പറഞ്ഞിട്ട് എന്താ ഇപ്പം അതിൻ്റെ രൂപം തന്നെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസ്റത്തു സുആൽ അലൽ അംബിയ, അംബിയാക്കന്മാർ ചോദ്യങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഒരു ഉമ്മത്തിൻ്റെ നാശത്തിന് ഹേതുവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലു മാ ശിഅ്തും. നബി സഹാബത്തിനൊരു അനുവാദം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിച്ചോളിയർ. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, മൻ അബി യാ റസൂലല്ലാഹ്, എൻ്റെ ബാപ്പാരാണ് നബി. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? കാരണം ജാഹിലിയത്തിൽ പിതാവ് അറിയാതെ ജനിച്ച ആളാണ്. കാരണം അന്ന് വ്യഭിചാരം വ്യാപകമാണല്ലോ, ബാപ്പാരറിയില്ല. അപ്പം നബി പറഞ്ഞു കൊടുത്ത് എൻ്റെ ബാപ്പ ഇന്ന ആളാണ്. വേറെ ആളോട് ചോദിച്ചു, അവൻ നബി യാ റസൂൽ. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മുട്ടുകുത്തിയിരുന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ പിന്നെ മതിയാക്കിയിരിക്കുന്നു. സഹാബത്തിനെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കിയിരുത്തി, അങ്ങനത്തെ ചോദ്യങ്ങൾ നബിനോട് ചോദിക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സഹാബത്തിന് താക്കീത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം അത്ര എന്ത് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലല്ലേ? പിന്നെ ചില സന്ദർഭത്തിൽ പ്രവാചകൻ മൗനം പാലിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെ ഹജ്ജു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അഫി കുല്ലി ആമി യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ ചോദിച്ചു. അപ്പം നബി ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, എല്ലാ വർഷവും ചെയ്യണോ? ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഞാൻ നഅം എന്ന് പറഞ്ഞാൽ നിർബന്ധമാവും. അതുകൊണ്ട് അള്ളയും റസൂലും മൗനം പാലിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വിട്ടേക്കുക. അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യണ്ട, പോണ്ട. നമ്മളെ ആൾക്കാർ കാര്യമായിട്ട് പോലെ അവിടെ അള്ള റസൂല് പറഞ്ഞ് വിശദീകരിച്ചൊന്നും വിശദീകരിക്കില്ല. എന്തെങ്കിലും പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതെന്താ അപ്പം അവിടെ അങ്ങനെ, പിന്നെ അയിമലാണ് പിന്നീട് എന്ത് ചെയ്യുക. അപ്പം അള്ള റസൂലും പറയാതെ വിട്ടതിൽ നമുക്ക് എന്തുണ്ടാവും? ഒരുപാട് ഹൈറുണ്ടാവും എന്ന് വിചാരിക്കുക. മനസ്സിലല്ലേ? അപ്പം ഇതാണ് വയസ്അലൂനക അനിൽ ജിബാൽ. പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു. കാരണം പർവ്വതങ്ങൾ അത്രയും ശക്തിയുള്ളതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ആ പർവ്വതങ്ങളൊക്കെ ഖിയാമത്ത് നാളിൽ എന്താണ് സംഭവിക്കുക എന്നാണ് അവർക്കുള്ള ആശങ്ക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഫഖുൽ, അപ്പോൾ നിങ്ങൾ പറയണം. അധിക സ്ഥലങ്ങളിലും യസ്അലൂനക എന്ന് പിന്നെ ഉണ്ടായാൽ കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും കുൽ കുൽ എന്ന് കാണാൻ കഴിയും. പക്ഷെ ഒരു സ്ഥലത്ത് കുൽ എന്നില്ല. എവിടെ അറിയോ? അല്ല അല്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. കണ്ടോ?
അവിടെ യസ്അലൂനക വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ നടല്ല ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ എൻ്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയുന്നതിനേക്കാളും അടുത്താണെന്ത് ഞാൻ അവരോട് എന്ന് പറഞ്ഞാൽ കുൽ എന്നുള്ള ആ രണ്ട് അക്ഷരം ഉണ്ടല്ലോ, ആ രണ്ട് അക്ഷരത്തിൻ്റെ ഗ്യാപ്പ് പോലും എന്തില്ല അള്ളാഹുമായിട്ട് നമുക്ക് ഇല്ല. അത്രയും അടുത്താണ് അള്ളാഹു എന്നുള്ളത് സൂചിപ്പിക്കാൻ അവിടെ കുൽ എന്നുള്ള ആ അംബർ പോലും എന്ത് ചെയ്ത് അള്ളാഹു ഒഴിവാക്കിയത് എന്നൊക്കെ തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു അവിടെ പറയുന്നത് ഫഖുൽ നീ പറഞ്ഞു കൊടുക്കണം യൻസിഫുഹ നസഫ യൻസിഫു എന്ന് പറഞ്ഞാൽ പൊടിയാക്കുക എന്നർത്ഥം. നസ്ഫ എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് അതിനെ പർവ്വതങ്ങൾ എന്ത് ചെയ്യും തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞാൽ നിരപ്പാക്കും എന്നർത്ഥം. അപ്പം ഇത്ര വലിയ പർവ്വതമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഖുൽ യൻസിഫുഹ റബ്ബി എൻ്റെ റബ്ബ് ആ പർവ്വതങ്ങളെ തരിപ്പണമാക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങളെല്ലാം എന്ത് ചെയ്യും തകർന്ന് പോകുന്നതാണ്. മാത്രമല്ല പിന്നെ സൂറത്തു ഖാരിയയിലുണ്ടല്ലോ എന്താ പറയുക, അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാൽ കൽ അഹ്നിൽ മൻഫൂഷ്. കണ്ടോ എന്താ അഹ്നിൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ ഈ ഉന്നക്കെട്ടൊക്കെ ഉണ്ട്, ഉന്നക്കായ പൊട്ടിച്ചാലുണ്ടാവല്ലോ, അപ്പോൾ അതുകൊണ്ട് ഊതിയാൽ എന്ത് ചെയ്യും അതിന് ഭാരം ഉണ്ടാവില്ല, അതിങ്ങനെ പാറിക്കിടും. അപ്പോൾ എത്ര വലിയ പർവ്വതമാണെങ്കിലും ഭാരമില്ലാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യുക പർവ്വതങ്ങൾക്ക് ഉണ്ടാകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊടിച്ച് നിരപ്പാക്കുകയും ചെയ്യും. അപ്പം അള്ളാഹിൻ്റെ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന്മാർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ഭയങ്കരമായ സംഭവങ്ങളാണ് ഖിയാമത്ത് നാൾ എന്ത് ചെയ്യുക സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അതാണ് വയസ്അലൂനക അനിൽ ജിബാൽ, ജബലുൻ എന്നുള്ള ജമ്മാണ് ജിബാലുൻ, ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ. ഫഖുൽ നബിയ നിങ്ങൾ പറയണം യൻസിഫുഹ ആ പർവ്വതങ്ങൾ അള്ളാഹു പൊടിയാക്കി മാറ്റും റബ്ബി എൻ്റെ റബ്ബ്. നസ്ഫൻ യൻസിഫുഹ എന്നുള്ളതിൻ്റെ മഫ്ഊൽ മുത്ലഖ് തന്നെ പറയാം അറബിയിൽ, അതായത് അതിൻ്റെ തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നിരപ്പാക്കൽ അള്ളാഹു എന്ത് ചെയ്യും അവിടെ നിരപ്പാക്കുക തന്നെ ചെയ്യും, അഥവാ പൊടിച്ച് അവയെ ധൂളികളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും. ഫൈദറുഹ ഖാഅൻ സഫ്സഫ അതൊക്കെ ശതവാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കുക. അപ്പോൾ അള്ളാഹു പർവ്വതങ്ങളുടെ പിന്നെ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇത്രയും ശക്തമായ പർവ്വതങ്ങൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ തകർക്കപ്പെടുമെങ്കിൽ മനുഷ്യന്മാരുടെ അവസ്ഥ അതിഭീകരമായിരിക്കും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.